പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോഡ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മളുടെ ഈ സീരീസിന്റെ ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ സമയവും എന്നുള്ള ഈ സീരീസിന്റെ അവസാനത്തെ മെസ്സേജിൽ നമ്മൾ എത്തിയേക്കാണ്. നമ്മൾ ഈ സീരീസിൽ പല ആൾക്കാരെ ശ്രദ്ധിച്ചു. ആദ്യം നമ്മൾ കണ്ട വ്യക്തി ദൈവത്തിന്റെ അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു യോസഫിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച്, പക്ഷെ ക്ലിയർ ആയിട്ട് എന്തെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ച് ഒരു ക്ലിയർ വിഷൻ ഉള്ള ഒരു മോശ, പക്ഷെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തില്ല. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വ്യക്തി ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലും ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ ആ സമയവും അതേപോലെ ദൈവഹിതപ്രകാരം തന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്ത ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ 1:1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാം, അവൻ ആദിയിലുണ്ടായിരുന്നു, ദൈവത്തിന്റെ കൂടെ ആയിരുന്നു, അവൻ ദൈവമായിരുന്നു, അവനിൽ കൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, യാതൊന്നും നമ്മുടെ ക്രിസ്തുവിൽ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അവൻ സൃഷ്ടികർത്താവാണ്, അവൻ മഹിമയുള്ളവൻ, മഹിമയിൽ വാഴുന്ന സൃഷ്ടികർത്താവാണ്. ഇപ്രകാരം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവൻ ഒരു കാര്യം ചെയ്തു, മനുഷ്യന് എല്ലാ അധികാരവും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മനുഷ്യനോട് പറയാണ്, നീ എല്ലാത്തിന്റെ മേൽ വാഴണം, നിനക്ക് ഞാൻ അധികാരം തരുന്നു. പക്ഷെ പിന്നീട് മനുഷ്യൻ പാപത്തിൽ വീഴുന്നു, സാത്താന്റെ ആ കാപ്പട്യത്തിൽ വീണിട്ട് അവന്റെ കയ്യിൽ കിട്ടിയ അധികാരം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് 11-ാം വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ നമ്മൾക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ സ്വർഗീയ മഹിമ, ദൈവത്തോട് സ്വരൂപനായിരിക്കെ സ്വർഗത്തിലെ സകല മഹിമയും അവൻ ത്യജിച്ചിട്ട് വെറും ഒരു മനുഷ്യനായിട്ട്, ഒരു ദാസന്റെ രൂപം എടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരിക. ആ വരവിനൊരു ഉദ്ദേശമുണ്ട്. ആ വരവിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, എന്നെയും നിങ്ങളെയും ഈ മനുഷ്യരെ ഒന്ന് റിസ്റ്റോർ ചെയ്യുക, പുനർസ്ഥാപിക്കുക, നമ്മളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ പുനർസ്ഥാപിക്കുക, നമ്മൾക്ക് ദൈവം തന്ന അധികാരം നമുക്ക് തിരിച്ചു തരിക. സോ അങ്ങനെ ആ ഒരു റെസ്റ്റോറേഷനിലേക്ക് തിരിച്ച് ദൈവം കർത്താവ് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അവിടെ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ എഴുതിക്കുന്നു, അവൻ ദൈവത്തിന്റെ ഹിതത്തിന് സബ്മിസീവ് ആയിരുന്നു, അനുസരണമുള്ളവനായിരുന്നു. ആ ക്രൂശ് വരെയും അവൻ ദൈവത്തെ അനുസരിച്ചു, ക്രൂശിന്റെ മരണം അവൻ ഏറ്റെടുത്തു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കുന്നുണ്ട്. കർത്താവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്, സ്നാനപ്പെട്ടതിന് ശേഷം യേശുവിനെ നമുക്ക് കാണാം, പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. സാത്താൻ അവനെ പരീക്ഷിക്കുകയാണ്. 3-ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ശരിക്കും കർത്താവിന്റെ ആ പർപ്പസ്, ഏത് ഉദ്ദേശം കൊണ്ട് ഈ ലോകത്തിൽ ജനിച്ചോ ആ ഉദ്ദേശത്തിൽ നിന്ന് അവനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് സാത്താൻ അവിടെ നടത്തിയത്. സാത്താൻ കർത്താവിനോട് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവനെ ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ഒരൊറ്റ നിമിഷം കൊണ്ട് കാണിച്ചു. ആ രാജ്യങ്ങളും അതിന്റെ ആ പ്രൗഢിയും എല്ലാം കൂടെ കാണിച്ചിട്ട് പറയാം, ഇതെല്ലാം നിന്റേതായി തീരും, ഈ എല്ലാ അധികാരവും ഞാൻ നിനക്ക് തരാൻ പോവാ, നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. അവൻ പറയുന്നത്, ഞാൻ നിനക്കൊരു ഈസി മെത്തേഡ് പറഞ്ഞു തരുക നിന്റെ ആ പർപ്പസിലേക്ക് എത്താൻ. നീ ജനിച്ച ഒരു ഉദ്ദേശം കൊണ്ടാണെന്ന് എനിക്കറിയാം, ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ നീ ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കണ്ട. 2, നീ ദൈവത്തിന്റെ ആ ദൈവം പറയുന്ന ആ വഴി ഇച്ചിരി കഠിനമേറിയ വഴിയാ. ഈ ലോകത്തിന്റെ പാപത്തെ ഒക്കെ ചുമക്കുക, നിന്റെ ജീവനെ കളയുക, എല്ലാവർക്കും വേണ്ടി മരിക്കുക. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ഒരു ഈസി മെത്തേഡ്, ഒരു എളുപ്പ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ കർത്താവ് ആ എളുപ്പ വഴി ഒന്ന് എടുത്തിരുന്നെങ്കിൽ നമ്മളുടെ ഒക്കെ ഗതി എന്തായി തീർന്നേനെ? നമ്മൾ എല്ലാവരും ഇന്നും പാപത്തിനും സാത്താനും അടിമയായിട്ടിരുന്നേനെ. പക്ഷെ നമ്മുടെ യേശു അത് ചെയ്തില്ല. ഈ ലോകത്തിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ ആ ഡെസ്റ്റിനേഷനിൽ എങ്ങനെയും എത്തിയാൽ മതി. ആ പോകുന്ന വഴി വലിയ കാര്യമൊന്നുമല്ല, അതിനുവേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നമുക്ക് ആ എൻഡ് റിസൾട്ടാണ് വലിയ കാര്യം. യേശു നമ്മളോട് പറഞ്ഞത്, നമ്മൾ എടുക്കേണ്ട വഴി ആ നാരോ വഴിയാണ്, ആ നാരോ ഗേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ബ്രോഡായിട്ടുള്ള വഴിയല്ല. അത് നമ്മളോട് പറയുക മാത്രമല്ല, അത് അവൻ അവന്റെ ജീവിതത്തിൽ കൂടെ നമ്മൾക്ക് കാണിച്ചു തന്നു. സാത്താൻ ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടും കർത്താവ് അതെടുത്തില്ല. അവൻ ആ കഷ്ടപ്പാട് നിറഞ്ഞ വഴിയിൽ കൂടെ തന്നെ പോകാൻ അവൻ ചൂസ് ചെയ്തു.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അത് 8 തൊട്ട് 11 വരെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാം, അവൻ ക്രൂശിന്റെ മരണം വരെ അനുസരണമുള്ളവൻ ആയതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം കൊടുത്ത് അവൻ ഏറ്റവും വലിയ അധികാരം കൊടുക്കുകയാണ്. ഈ ലോകത്തിലും പാതാളത്തിലും സ്വർഗത്തിലും എല്ലാം മുട്ടും അവന്റെ മുന്നേ മടങ്ങുന്ന രീതിയിലുള്ള വലിയ അധികാരം നമ്മുടെ ദൈവം അവന് കൊടുക്കുന്നു. നമ്മളുടെ കർത്താവ് നമ്മൾക്ക് കാണിച്ചു തന്ന ഈ മാർഗം നമുക്കും ഫോളോ ചെയ്യാം. നമ്മുടെ കർത്താവ് അങ്ങനെ അധികാരം ലഭിച്ചതിന് ശേഷം നമ്മളോട് പറയുന്ന വാക്കാണ്, സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഇനിയും നിങ്ങൾ ധൈര്യമായിട്ട് പോകുക. നമ്മളുടെ കർത്താവ് നമ്മൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു വഴി നമുക്ക് ഫോളോ ചെയ്യാം. ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ, ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് സമയത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കണ്ട. ദൈവം നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ കാത്തിരിക്കാനായിട്ടും അങ്ങനെ ദൈവഹിത പ്രകാരം ജീവിക്കാനായിട്ടും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.